നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീണ്ടും വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീണ്ടും വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. ഈ വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 4 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള കാട്ടുപടിക്ക് സമീപത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ലൊക്കേഷൻ നിന്ന് കാക്കനാട് അടുത്തുള്ള ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്റർ മാത്രം ദൂരവും, ആലുവ ടൗണിലേക്ക് ഏതാണ്ട് 7 കിലോമീറ്ററോളം ദൂരവും, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററോളം ദൂരവും, തൊട്ടടുത്തുള്ള ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിലേക്ക് 1.5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ പരിധിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന ഈ വീട് ഒരു ഫ്ലഡ് എഫക്റ്റ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിന് വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല കേബിൾ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. ചുറ്റും വീടുകളൊക്കെയായുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈൽസുകളും നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് 2 പാളികളോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയോട് കൂടിയ ബ്രാൻഡഡ് മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഡൈനിങ് സ്പേസും ലിവിംഗ് സ്പേസും പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും അത് LED വാം ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഡൈനിങ് റൂം ഒരുക്കിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ അടിഭാഗത്തായി കബോർഡ് വർക്ക് ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്ക് ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയയാണ് അവിടെ നൽകിയിരിക്കുന്നത്. വർക്ക് ഏരിയയിലും വർക്കിംഗ് ടേബിളും വാഷ് ബേസിനും നൽകി നല്ല കവേഡായി തന്നെയാണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 പാളികളോടെ വലിയൊരു വിൻഡോ നൽകി നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ ഒരു വുഡ് ആൻഡ് വൈറ്റ് ആൻഡ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വുഡൻ ഫിനിഷിലുള്ള ടൈൽസുകളാണ്. ഹാൻഡ് റെയിലായി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ എല്ലാം വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല വാളുകളിൽ പർഗോളകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സ്പേസിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഇവിടെയും വലിയ വെന്റിലേഷൻ സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ്. സ്പേഷ്യസ് ആയി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇവിടുത്തെ തേർഡ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യവും ഇവിടെയും നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നു. നല്ല മനോഹരമായൊരു ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു ബാൽക്കണിയും ഒരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. 4 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്തത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന വില 53 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.